ഇന്ന് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദിവസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ എന്നിവയുടെ ഒരു ഗഡു വീതമാണ് വിതരണം ചെയ്യുക. ഷീജയാണ് വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പം വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ക്ഷേമ പെൻഷൻ വിതരണം എന്നുള്ളത് അതിന് ധനവകുപ്പ് അതിന് ആവശ്യമായ പണം അനുവദിച്ചു കഴിഞ്ഞു. അതിന്ന് പൂർണ്ണമായും വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ഒരു ഗഡുവാണല്ലേ? തീർച്ചയായും ശരത്ത്, ഒരു ഗഡു പെൻഷനാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ ഒരു ബജറ്റിൽ ഇത്തവണത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം നടത്തും എന്നുള്ള കാര്യം. അത് അതേ രീതിയിൽ തന്നെ പിന്തുടർന്ന് വരികയാണ് സർക്കാർ. കൃത്യമായ രീതിയിൽ പ്രത്യേകിച്ചും മാർച്ച് മാസത്തിൽ ഒരു ഗഡു വിതരണം ചെയ്തു. ഏപ്രിൽ മാസത്തിൽ 2 ഗഡു പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നതും ചേർത്ത് 2 ഗഡു പെൻഷൻ വിതരണം ചെയ്യുന്നു. അതിനുശേഷം മെയ് മാസം ഒരു ഗഡു വിതരണം ചെയ്തു. ഇപ്പോൾ ജൂൺ മാസത്തിൽ അടുത്ത ഗഡു വിതരണം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പെൻഷൻ വിതരണം ആരംഭിക്കും സംസ്ഥാനത്ത് എന്നുള്ളതാണ് നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള തുക ധനവകുപ്പ് 900 കോടി രൂപ ഇതിനു വേണ്ടി അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ഗുണഭോക്താവിനും 1600 രൂപ വീതമാണ് ലഭിക്കുക. ഇതിൽ പെൻഷൻ 2 രീതിയിലാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ട് നൽകുന്നതും മറ്റൊന്ന് വീടുകളിൽ എത്തിച്ചു നൽകുന്നത്. അതാത് സഹകരണ സ്ഥാപനങ്ങൾ വഴി അതിൻ്റെ ജീവനക്കാർ, കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെയൊക്കെ ജീവനക്കാർ വീടുകളിൽ കൃത്യമായ രീതിയിൽ തന്നെ എത്തിച്ചു നൽകുന്ന ഒരു രീതിയാണുള്ളത്. അത് ആ രീതിയിൽ തന്നെ തുടരുന്നതായിരിക്കും. ഏതായാലും ജനങ്ങൾ ഒന്നും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല. പെൻഷൻ കൃത്യമായ രീതിയിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ എല്ലാ മാസവും കൃത്യമായ രീതിയിൽ പെൻഷൻ ലഭിക്കും. അതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകില്ല. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം കൂടി ധനമന്ത്രി KN ബാലഗോപാൽ സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ ഇപ്പോൾ ഈ ഒരു ഗഡു പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ശരത്ത്. ശരി, ഷീജ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡു ഇന്ന് വിതരണം ചെയ്തു തുടങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ട അതിനുവേണ്ട പണം ധനവകുപ്പ് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വളരെ ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണത്. എല്ലാവർക്കും വലിയൊരു ആശ്വാസവും സന്തോഷവും ഇതുമായി ബന്ധപ്പെട്ട് 60 ലക്ഷത്തിൽ പരം കുടുംബങ്ങളിലേക്ക് ഈ കൈകളിലേക്ക് ഈ പണം എത്തുകയാണ് എന്നുള്ളതാണ്. പ്രായമായ ആളുകൾക്കൊക്കെ വലിയ തോതിൽ അതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കാരണം വളരെ നാമമാത്രമായിരുന്ന ഒരു തുകയിൽ നിന്ന് പടിപടിയായി ഉയർത്തിയാണ്. 500 ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. ഏറ്റവും അവസാന കാലത്ത് അത് 600 ആക്കി. സർക്കാരിൻ്റെ അവസാന കാലത്ത് 600 ആക്കി. പിന്നീട് ഈ 2 സർക്കാരുകളുടെ കാലത്ത് 600-ൽ നിന്ന് 1600-ൽ എത്തി നിൽക്കുന്നു. ഇടയ്ക്ക് കേന്ദ്ര സർക്കാർ നമുക്ക് പണം നൽകുന്നതിന് പലവിധ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ധനപ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്ത സമയത്താണത് 6 ഗഡു വരെ കുടിശ്ശികയിലേക്ക് പോയത്. അവിടെ നിന്ന് പിന്നീട് അത് മാറി കൂടുതൽ പണം കണ്ടെത്തി. സുപ്രീം കോടതി അടക്കം അതിന് അനുകൂലമായി കേരളത്തോടൊപ്പം നിന്നൊരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് പണം അനുവദിക്കുന്നതിനുള്ള അനുമതിയും മറ്റും നൽകേണ്ടതായി വന്നു. അങ്ങനെയാണ് ആ കുടിശ്ശിക മെല്ലെ കൊടുത്തു തുടങ്ങുന്ന സാഹചര്യം വന്നത്. പിന്നീട് അതിന് എല്ലാ മാസവും ഓരോ ഗഡു കൊടുത്തുകൊണ്ട് ആ കുടിശ്ശികയൊക്കെ തീർത്ത് മെച്ചപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അത്തരം ഒരു വലിയ ആശ്വാസത്തിൻ്റെ നാളുകൾ ഈ പറഞ്ഞതുപോലെ അത് അർഹരായ ആളുകളുടെ കൈകളിൽ എത്തുമ്പോൾ അവരുടെ ജീവിതത്തിന് അതൊരു വലിയ ആശ്വാസമായി മാറുകയാണ്. അപ്പോൾ അത്തരം ഒരുപാട് സന്തോഷമുള്ള ഒരു നല്ല തൃപ്തികരമായ ഒരു ദിവസം, ഒരു വാർത്തയുടെ ഒരു നല്ല തലമാണ് നമ്മളിപ്പോൾ കണ്ടത്.